കൊച്ചു ട്രിപ്പുമാണ്. എക്സൈറ്റഡ് ബാബുജി? ഇതിന്റെ ബർത്ത്ഡേ സ്പെഷ്യൽ. ഇവിടെ നിന്ന് ഒരു എന്തോ ഒരു സാധനം കട്ട് ചെയ്യാനുള്ള ഒരു കൊച്ചു കേക്ക്. ഹലോ, ഇങ്ങനെ കുറച്ച് ബാക്കിൽ മൊറസ്കോ കൊല്ലോട്ട് പോകാനോ. ദൈവമേ, കയറുന്നതിന് മുന്നേ നടന്നു പോവാന്നാണ് എനിക്ക്. അപ്പോൾ ഇത്രയും നേരം നടന്ന് ഞാൻ പൊട്ടണം. 8 കിലോമീറ്ററിൻ്റെ ഹൈക്ക്. പൂരയുടെ മൂവിയായി 24-ന്റെ ഒരു സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ക്യാമറ നശിച്ചു പോയെന്ന്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഇന്ന് വീണ്ടും സാക്കോപാനിലോട്ട് ഒരു കൊച്ചു ട്രിപ്പുമാണ്. എക്സൈറ്റഡ് ബാബുജി? ഹായ് ഇദ്രു. ഇദ്രു നമ്മുടെ ബർത്ത്ഡേ ബോയ് ആണ്. നാളെ 3 വയസ്സാവും നമ്മൾക്ക്. ഇതിനു മുന്നേ സാക്കോപാനിൽ പോയ വീഡിയോ കണ്ടു കാണും. അന്ന് ഞങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ പോയിട്ടാണ് ഞങ്ങൾ സാക്കോപാനിൻ്റെ IC ട്രെയിൻ പിടിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ KML ട്രെയിൻ എടുത്തിട്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ ടൈം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. 6:51-നാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ ട്രെയിനിൽ കയറി. ഇപ്പോൾ 2-3 സ്റ്റേഷനായി. ഇതിൽ ആക്ച്വലി നമുക്ക് റിസർവേഷൻ ഇല്ല ഈ ട്രെയിനിൽ. എവിടെ സീറ്റ് കിട്ടും അവിടെ അങ്ങ് ഇരുന്നോളണം, അതാണ് പോളിസി. ഈ ഒരു ട്രെയിനിൽ നമുക്ക് പോകാൻ 25 സ്ലോട്ടാണ് ടിക്കറ്റ് ആയത്. നമുക്ക് യാദോ ആപ്പിലോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഏതോ ഒരു സ്റ്റേഷനിലെത്തി. സോ നമ്മൾ ചെറുതായിട്ട് വിശന്നപ്പോഴത്തേക്കും ഞാൻ വേഫറും ഒരു പ്രോട്ടീൻ ബാറുമായിരുന്നു കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ചും കൂടി തണുപ്പുള്ള സമയത്തായിരുന്നു പോയത്. അതായത് ഒരു ഏപ്രിൽ ഈസ്റ്ററിൻ്റെ ടൈമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയത്. and ഇപ്രാവശ്യം ജൂലൈയിലാണ് പോകുന്നത്. സോ നമുക്ക് അവിടുത്തെ സമ്മർ ടൈം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു സ്റ്റേഷനിൽ എത്തുന്നിട്ട് അത്യാവശ്യം ഒരു 5 മിനിറ്റായി. നമ്മൾ ഇനി ഏകദേശം നമുക്ക് ഇനി ഒരു മണിക്കൂറും 1 hour 10 minutes ഹാർഡ്ലി. ഒക്കെ അവിടെ നിന്ന് ഫോണിലെന്തോ ഗെയിം കളിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ഇത്രക്കുട്ടൻ ഉറങ്ങിപ്പോയി. രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. പതിയെ മലകളൊക്കെ കണ്ടുകൊണ്ടെങ്കിൽ നമ്മൾ സാക്കോപാൻ എത്താറായെന്നാ തോന്നുന്നത്. എന്തൊരു ഭംഗി ഇവിടെ കാണും. സോ നമ്മളങ്ങനെ സെക്കൻഡ് ടൈം ഇവിടെ സാക്കോപാൻ എത്തി. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ ഇനി സമയമുണ്ട്. അപ്പോൾ ഇവിടെ ക്ലോക്ക് റൂം എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് നോക്കാൻ പോകണം. നമ്മളങ്ങനെ ലോക്കർ കണ്ടു. നമുക്ക് എന്നിട്ട് ഇവിടെ ക്ലോസ്ഡ് ആണ് അത്. അങ്ങനെ ലഗേജ് ലോക്കറിൻ്റെ ഇത് സ്റ്റേഷനിലുള്ള നോക്കിയപ്പോഴത്തേക്കും സ്റ്റേഷൻ്റെ അകത്ത് 30 സ്ലോട്ടി. സ്റ്റേഷൻ്റെ അകത്ത് 30 സ്ലോട്ടിയാണ് 24 മണിക്കൂർ. പക്ഷെ ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഞങ്ങളിപ്പോൾ സ്റ്റേഷന് തൊട്ട് ബാക്കിലുള്ള ബസ് സ്റ്റേഷനിൽ വന്നിട്ട് നാളെ ഞങ്ങൾ മൊറസ്കോക്ക് പോകാൻ പ്ലാനുണ്ട്. സോ അതിനുള്ള ബസ് എപ്പോഴാണ് ഫസ്റ്റ് ബസ് എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ബസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ആൻഡ് ബസ് സ്റ്റേഷൻ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇത് റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ ഇത് ഇവിടുത്തെ ബസ്. ആൻഡ് ഇപ്പോൾ കാണിക്കുന്ന ബസ്സെല്ലാം കുഷ്നിറ്റ്സ്, അതായത് നമ്മുടെ കാസ്പ്ര വെച്ച് പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത്. ഈ കാണുന്ന ബസ്സസാണ് മൊറസ്കോക്കിലോട്ട് പോകുന്നത്. പക്ഷേ നമുക്കപ്പോൾ അവരുടെ റേറ്റ്സ് ഒക്കെ ചോദിച്ചത് മനസ്സിലാക്കാം. നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് നമ്മുടെ സ്റ്റേ കൊണ്ടുപോയി ലഗേജ് ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ സ്റ്റേ ഏകദേശം എത്താറായി. സോ നമ്മൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മളിവിടെ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ സ്റ്റേക്കേഷൻ. ഹോസ്റ്റ് വന്നു. പുള്ളി നമുക്കിവിടെ ലഗേജ് വെക്കാനുള്ള സംവിധാനം ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ സ്റ്റേയിൽ കൊണ്ട് നമ്മുടെ ലഗേജൊക്കെ ഹോസ്റ്റ് വെക്കാൻ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല അടിപൊളി ഹോസ്റ്റ് കേട്ടോ. സോ നമ്മളവിടെ ലഗേജൊക്കെ വെച്ചിട്ട് ഇനിയും ശരിക്കും നമ്മുടെ ചെക്ക് ഇൻ 3 മണിക്കാണ്. ഞങ്ങൾ വാഷ്റൂം യൂസ് ചെയ്തു. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിപ്പയർഡ് ഫുഡൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ള പെർമിഷൻ അവർ തന്നു. ആക്ച്വലി അവിടെ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് സിറ്റി സെൻറ്റർ അടുത്താണ്. സോ വി വിൽ ഡിസൈഡ് വാട്ട് ടു ഡു. ആൻഡ് നമുക്ക് അവർ മാക്സിമം 12 മണിയോടെ റൂം യൂസ് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3 മണിയാണ് ആക്ച്വലി ചെക്കിങ് ടൈം. ബട്ട് സ്റ്റിൽ പുള്ളി 3 മണിക്കൂർ മുന്നേ ഞങ്ങൾ അലൗ ചെയ്തിട്ടുണ്ട്. സോ നമുക്കിനിയിപ്പോൾ നടന്ന് സിറ്റി സെൻറ്ററൊക്കെ ഒന്നും കൂടെ കണ്ടിട്ടൊക്കെ വരാം. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ കണ്ടതാണേ ഇവിടെ ഒരു ചെറിയൊരു പാലം. കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് വരാം. പക്ഷേ സ്ട്രോളറുണ്ട്, പടിയാണ്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു 100 മീറ്റേഴ്സിൽ നമുക്ക് ഗുബ്ലക്കോവ ഉണ്ട്. സോ അതിൻ്റെ കാണുന്ന ഈ മാർക്കറ്റാണിത്. ഇവിടെ നിന്ന് നടന്ന് ക്രോസ് ചെയ്തോണ്ട് പോകേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. എന്നാലും ചുമ്മാ അവർക്ക് കൂടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ അറിയില്ലേ, ഞങ്ങൾ വീണായിരുന്നു.
സോ ഒട്ടും ഇവിടെ ഒന്നും അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്രാവശ്യം കുറച്ച് ടൈം എടുത്ത് ഇവിടേക്ക് വന്ന് ചുറ്റിക്കറങ്ങാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ. ഇവിടെ നിറയെ ജാക്കറ്റ്സും കോട്ടും പിന്നെ എന്താ ട്രഡീഷണൽ വെയർ ഇത് ട്രഡീഷണൽ വെയർ ആയിരിക്കാം, ചെരുപ്പും അങ്ങനെ കുറേ ഷോപ്സ് ഉണ്ട് ഇവിടെ. ഞങ്ങളങ്ങനെ വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് വിശന്നു, കാരണം വെളുപ്പിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ. അങ്ങനെ ഇവിടെ നിന്നൊരു സംഭവം മേടിച്ചിട്ടുണ്ട്. അതെങ്ങനെ ടേസ്റ്റ് എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ആ 3rd കോളമിൽ കാണുന്ന ലാംഗോഷ് എന്ന് പറയുന്ന ഒരു ഡിഷാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല, നെറ്റിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഡീപ്പ് ഫ്രൈഡ് ഫ്ലാറ്റ് ബ്രെഡ് ആണ് സംഭവം. അതിൻ്റെ മുകളിലെ ക്രീമും ചീസും ഒക്കെ ഇട്ട ഒരു ഐറ്റമാണ് ഈ കാണുന്നത്. പക്ഷേ കഴിക്കുന്ന കഷ്ടപ്പാട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ല, അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അങ്ങനെ നമ്മൾ മേടിച്ച ആ ഒരു സാധനം കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ലിഡിലുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് വെള്ളവും കൂൾ ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് തിരിച്ച് റൂമിൽ പോയി ലഞ്ച് കഴിച്ച് വെയിലൊക്കെ ഒന്ന് താന്നിട്ട് ഇനി പുറത്തിറങ്ങാമെന്ന് ഞങ്ങളുടെ പ്ലാൻ. നല്ല വെയിലുണ്ട്. പൊങ്ങട്ടെ, സൂക്ഷിച്ച്. അയ്യോ, രാത്രി ഇതിരക്കുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഒരു കൊച്ചു കേക്ക് ഞങ്ങളിവിടെ ലിഡിൽ നിന്ന് മേടിച്ചു. കൂട്ടത്തിൽ മെഴുതിരിയൊക്കെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ പോവാം. മലകളിലൊന്നും മഞ്ഞില്ല. സോ നമ്മൾ അടുത്ത വണ്ടി പിടിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകണം. നല്ല വെയിൽ, രക്ഷയില്ല. വാട്ട് ഹാപ്പൻ? ഇതിരു ടാക്സി പോയോ? നമുക്കിനി ഇവിടെ കോഡ് അടിച്ച് നമ്മുടെ സ്റ്റേയിൽ എൻട്രി ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അപ്പാർട്ട്മെൻറ്റ് ടൂർ ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ സ്റ്റേ. ഇങ്ങോട്ടല്ലേ? ഇതാണ് നമ്മൾ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ ഇവിടെ നമ്മുടെ ലഗേജൊക്കെ വെച്ചിരുന്ന കുറച്ച് പടിയുടെ കാരണം ഇതുകൂടെ കയറി നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയയും അത് നമ്മുടെ ബെഡ്റൂമാണ്. നമ്മുടെ കിച്ചൺ, നമുക്ക് കെറ്റിൽ, ഇൻഡക്ഷൻ ഹോബ്, OTG, പിന്നെ ഇതൊരു മിനി ഫ്രിഡ്ജുണ്ട്. ആൻഡ് അവിടെ നമുക്ക് ഡിന്നർ കഴിക്കാൻ, അതായത് ഡൈനിങ് ടേബിൾ ഫുൾ അവിടെ ഉണ്ട്. ദിസ് ഇസ് എ സ്റ്റോറേജ്. ആൻഡ് ഇത് നമ്മുടെ ബാത്റൂമാണ്. നല്ല ക്ലീനും സ്പേഷ്യസും. ഇതെന്തിനാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ? പക്ഷെ നമുക്കിവിടെ ബ്ലൈൻഡ്സും ഉണ്ട്. സോ നമുക്ക് ബ്ലൈൻഡ്സ് ഒക്കെ വലിച്ചിടാം. അല്ലെങ്കിൽ നമ്മൾ വാഷ്റൂം ഓപ്പോസിറ്റ് വീട്ടുകാർ കാണാം. അങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ ഫുഡൊക്കെ സെറ്റാണ്. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി സെറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. സോ നമുക്കിത് കഴിക്കാം. ഇതിനെക്കൂട്ടൻ ഇവിടെ ദോശയും സ്ക്രാമ്പിൾഡ് എഗ്ഗും ആണ്. ആൻഡ് അവൻ അവിടെ ഇരുന്ന് കാട്ടുകയാണ്. സോ നമുക്കിനി വയറ് നിറയെ ബിരിയാണി കഴിച്ചിട്ട് ഒരു ഉറക്കം പാസ്സാക്കാം, അല്ലേ ഇക്ക? ഇതായി പോകുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സ്ഥിരം നാരങ്ങ അച്ചാർ. ഇത് ആക്ച്വലി ഇതിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ബിരിയാണി എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ബർത്ത്ഡേ നാളാണെങ്കിലും നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കി കഴിച്ചു. നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ എന്തൊരു സമാധാനമല്ലേ. അങ്ങനെ ഞങ്ങൾ കഴിച്ചു, റെസ്റ്റൊക്കെ ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ 6:30 അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി ഞങ്ങൾ സിറ്റി സെൻറ്റർ ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇവനെ ഒരു പ്ലേ ഏരിയ ഉണ്ട്, അവിടെ കൊണ്ടുപോയി ഒന്ന് കളിപ്പിച്ചാലോ എന്നൊരു പ്ലാനുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് പോവാണ്. ആൻഡ് ദെൻ അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുമോ അതോ വേറെ എന്തെങ്കിലും പ്ലാനാണോ നടക്കുന്നതെന്ന്. എവിടെയോ DJ പാർട്ടി നടക്കുന്ന ഇക്ക, പോയാലോ? ഞങ്ങൾ പറഞ്ഞു തീർന്നില്ല അവിടെ എത്താറായെന്ന്. അതിന് മുന്നേ ഇതിർക്കുട്ടൻ ഉറങ്ങിപ്പോയി. അവനായിട്ട് വന്നതായിരുന്നു അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. പക്ഷേ ചീറ്റിപ്പോയി. എല്ലാ സിറ്റി സെൻറ്ററിലും പോലെ ഇവിടെയും ഹോഴ്സ് കാരേജസ് ഉണ്ട്. നമ്മുടെ ക്രാക്കോയിൽ കണ്ടായിരുന്നു, നമ്മൾ ഓസ്ട്രേലിയ പോയപ്പോൾ കണ്ടായിരുന്നോ? ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഉണ്ട് ഈ സംഭവം. ഇവിടെ മിക്ക സ്ഥലത്തും കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ വേഷത്തിൽ എനാക്ട് ചെയ്ത് കുറേ പേര് നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കാണാതെ ഇതിർക്കുട്ടൻ ഉറങ്ങിപ്പോയി. ഇതിൻ്റെ അകത്തായിരുന്നു ആ ഒരു സ്ഥലം. ഇതിരിക്കുട്ടൻ ഉറങ്ങിയ സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടുത്തെ റിസർവിലൊന്ന് കയറി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടുത്തെ ഡീൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം അവിടുത്തെ അതേ ഓഫറിന് ഇന്നലെ നമ്മളവിടുത്തെ ഇതിൽ കണ്ട അതേ ഓഫേഴ്സും കാര്യങ്ങളും തന്നെയാണ്. സോ നമുക്ക് 1-2 ഇന്നലെ അവിടെ നമ്മുടെ ഇല്ലായിരുന്ന സൈസിൻ്റെ 1-2 ഇവിടെ കിട്ടി. സോ നമുക്ക് അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഫാഷൻ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു ഫ്രെയിം കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ നേരിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം സക്സസ്ഫുള്ളി നമ്മൾ ഒരു ഫ്ലോപ്പ് ദിവസമായിരുന്നല്ലോ. ഇവിടെ ശരിക്കും ഈ ഒരു ടൈമിലാണ് ഹാപ്പനിങ് അല്ലേ, ഒരു 7:30 തിരക്കും ബഹളവും. അപ്പോഴും തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട്. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ വെയർ ആണ്. എന്തോ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുന്നതാണെന്ന് തോന്നുന്നു ഈ 4 പെൺകുട്ടികളും. നല്ല രസമുണ്ട്. അതാണ് ഞാൻ ഫ്രെയിമിലെടുത്തത്.
ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോഴത്തേക്കും ഇവിടെ എന്തോ ഫെയർ നടക്കുന്നുണ്ട്. എന്താണ് എക്സാക്ട്ലി മനസ്സിലാവുന്നില്ല, പക്ഷേ ഈ ആൾക്കൂട്ടം ഫുള്ള് വരുന്നത് കാണാനാണ്. നമുക്കിവിടെ നിന്നൊന്ന് ആദ്യം നോക്കാം എന്താ സംഭവം എന്ന്. എന്തോ കോൺസെർട്ട് ആണെന്ന് എനിക്ക് മനസ്സിലായത്. എന്തോ കോൺസെർട്ട് ആണ്, കാരണം അങ്ങ് സ്ക്രീനിൽ നോക്ക് ഇവരുടെ വല്ല മ്യൂസീഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ബാൻഡിൻ്റെ എന്തെങ്കിലും ആയിരിക്കും. നല്ല ആൾക്കൂട്ടം ഉണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അവിടെ ജാക്കോപ്പാൻ വുഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ പോയി കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പോവാണ്. ആണ് നമ്മൾ കാണാൻ വന്ന സാധനം. ജാക്കോപ്പാനിൽ നിന്ന് എനിക്കൊന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് എത്തുന്നു ഒന്നിവിടെ. ഞാൻ പറഞ്ഞാൽ ശരിയായിരുന്നു. എനിക്കൊന്ന് ഏത് ബാൻഡ് പെർഫോം ചെയ്യാം. ഒരു പെർഫോമൻസ് കഴിഞ്ഞു, അപ്പോഴത്തേക്കും എന്തോ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്. പോളിഷാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ലെറ്റ്സ് സീ എന്തെങ്കിലും നമുക്ക് ഇവിടുന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി നാളെ ആസ് പെർ പ്ലാൻ മൊറിസ്ക്യോക്കോ. അങ്ങോട്ടൊക്കെ നല്ല തിരക്ക്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ബാക്കിൽ നിന്നിട്ടാണ് ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിലത്തെ പോലെ ബാൻഡൊക്കെ വന്നിരുന്നെങ്കിൽ രസമായിരുന്നു അല്ലേ? പക്ഷെ ഇവിടുത്തെ അങ്ങനെയൊന്നുമില്ല. ഇന്ത്യൻ സോങ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങൾ രാവിലെയും ഇപ്പം നേരത്തെ ഇറങ്ങിയപ്പോഴൊക്കെ താഴെക്കൂടെ ആയിരുന്നു പോയത്. ശരിക്കും ആ ഒരു ബ്രിഡ്ജ് എടുത്ത് നമ്മൾ മുകളിൽ നിന്ന് ക്രോസ് ചെയ്ത് വാക്ക് ചെയ്യുമ്പോൾ പ്രത്യേക ഒരു സിറ്റി സെൻറ്റർ വൈബ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ ചേർച്ചിൻ്റെ ഇതും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഫ്രെയിം, ഒരു കിടിലൻ ഒരു വ്യൂ അല്ലേ. Happy birthday to you. Happy birthday. Happy birthday to you. അങ്ങനെ ഞങ്ങളുടെ ഇതിലെ കുട്ടീന് 3 വയസ്സായി. രാവിലെ തന്നെ മൊറിസ്ക്യോക്കോയിലോട്ട് പോകാനുള്ള ബസ് പിടിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി 2 ബസ് മിസ്സായി. മോർണിംഗ് ഗൈസ്. ഇന്നലെ ഇതിലെ കുട്ടീൻ്റെ ഒരു കൊച്ചു ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് ശേഷം ഞങ്ങളിപ്പോൾ രാവിലെ മൊറിസ്ക്യോക്കോയിലോട്ട് പോകാനുള്ള ബസ് പിടിക്കാൻ ബസ് സ്റ്റേഷനിലാണ് വന്നിട്ടുള്ളത്. 15 സ്ലോട്ടാണ് ഇവിടെ നമുക്ക് ഇതുപോലത്തെ ബസ്സസ് പോകുന്നത്. ആൻഡ് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഇവൻ്റെ സ്ട്രോളറൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കും ഇതിൻ്റെ അകത്തുനിന്നുള്ളതൊക്കെ അകത്ത് ഞങ്ങൾ കയറിയതിന് ശേഷം ഷെയർ ചെയ്യാം. അങ്ങനെ ബസ്സിൽ വന്ന് ഇറങ്ങി ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം. ബസ്സിൽ നമുക്ക് ബാക്കിൽ തന്നെ നമ്മുടെ സ്ട്രോളറൊക്കെ വെക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നമുക്കൊരു 1/2 മണിക്കൂറോളം ഇരുന്നിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ആൻഡ് സൺഡേ ആയിട്ടാണോ എനിക്കറിയില്ല, ഇവിടുത്തെ തിരക്ക് രക്ഷയില്ല. പാർക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. സോ ഇക്ക നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൽ എപ്പോഴുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇനി കണ്ട ഒന്നി ഹോഴ്സ് റൈഡ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് നടന്ന് ഹൈക്ക് ചെയ്ത് 8 കിലോമീറ്റർ മുകളിലോട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോവാം. എത്ര രൂപയൊക്കെ ടിക്കറ്റ്? ഒരാൾക്ക് 11 കൊച്ചി. ഓക്കെ, ഒരാൾക്ക് 11 എനിക്കൊന്നിപ്പോൾ എന്താണിത്? അറ്റൻഷൻ വൈൽഡ് ആനിമൽസ്, പാമ്പ്, ഹൈറ്റ്, ദൈവമേ കയറുന്നതിന് മുന്നേ. ഓക്കെ, നമുക്ക് സേഫായി മുന്നോട്ട് പോകാം. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം ഹോഴ്സ് കാർട്ടിന് റേറ്റ് ചോദിക്കാമെന്ന് വിചാരിക്കുന്നത്, എന്നിട്ട് ഡിസൈഡ് ചെയ്യാം ഹൈക്ക് ചെയ്ത് പോകണോ ഇല്ലെന്ന്. ഹോഴ്സ് കാർട്ട് എടുത്താലും നമുക്കൊരു 1 കിലോമീറ്റർ ഇവിടെ നടക്കേണ്ടി വരും, കാരണം അവർ 7 കിലോമീറ്റർ ഹോഴ്സ് കാർട്ടിൽ നമ്മൾ കൊണ്ടുപോകും. നമ്മളിവിടെ ഒരു സെക്കൻഡ്. സോ നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ 100 സ്ലോട്ടിയാണ് ഒരാൾക്ക് പോകാൻ. ആൻഡ് ഇതിരൂന് ഫ്രീ ആണ്. ഇതിരൂന് 3 വയസ്സ് ചോദിച്ചവർ, ആൻഡ് ഇതിരൂന് ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് നടന്നു പോകാമെന്നാണ്. ഒരു രസമല്ലേ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് തിരിച്ച് വേണമെങ്കിൽ ഹോഴ്സ് കാർഡ് എടുക്കാമെന്നാണ് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ മൊറിസ്ക്യോ. അല്ലേ ബാബുജി? അതെ, നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഭയങ്കര ചൂടായിരിക്കും എന്നാണ്, കാരണം ഇന്നലെയൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. പറഞ്ഞു തീർന്നല്ലോ ആ വെയിലടിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. 5 മിനിറ്റ് നടന്നെത്തുമ്പോൾ തന്നെ ഫസ്റ്റ് ടോയ്ലറ്റാണ്. പിന്നെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി ടോയ്ലറ്റ്സ് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ നടത്തം തുടങ്ങി. അപ്പോഴാണ് മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ എന്തോ ഒരു സ്ട്രീം പോകുന്നത്. പക്ഷേ സ്ട്രീമിൽ അതെ, സ്ട്രീമിൽ ഒരു തുള്ളി വെള്ളമില്ല, അതാണ് സത്യം. ശരിയാണ്, ചൂടായിട്ടാവണം. ഏതോ സ്കൂളിലെ പിള്ളേരാണെന്ന് തോന്നേട്ടാ, ഒരു പിക്നിക്കിന് മേ ബി സൺഡേ കൊണ്ടുവന്നായിരിക്കും, ഫീൽഡ് ട്രിപ്പ്. അതിന് ഞങ്ങൾ ഭംഗിയൊക്കെ കണ്ട് എത്ര ആയെന്നൊരു ഐഡിയ ഇല്ല, അത് ഞങ്ങൾ ടൈം നോട്ട് ചെയ്തില്ല. എനിക്കൊന്നു 1 മണിക്കൂറായാ? ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഐ ഗെസ് 2 hours എടുക്കും നമുക്ക് 8 കിലോമീറ്റർ നടന്നെത്താൻ. ഈ സൈഡ് താഴേന്നൊരു സ്ട്രീമിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, അറിയില്ല. യെസ്, കറക്റ്റാണ്. എന്തോ ആ സ്ട്രീമിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതാ നോക്കൂ, അങ്ങ് ദൂരെ കാണുന്ന ആ ഒരു സ്ട്രീമിൻ്റെ ശബ്ദമാണ്. ഇതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ടായിരിക്കും വെള്ളം ഇത്ര കുറവ്. ശരിക്കും നമുക്ക് ഇനിയും പോകാനുണ്ട് അല്ലേ ബാപ്പച്ചി? പക്ഷേ ഇത് ഭയങ്കര രൂക്ഷമാണെങ്കിൽ മാത്രമേ നടക്കാനൊരു ബുദ്ധിമുട്ടുള്ളൂ. ഹാറ്റൊക്കെ വെച്ചാലും നമുക്ക് ആ ഒരു വെയിൽ ഭയങ്കരമായിട്ട് വെയിലടിക്കുന്നത്. അല്ലെങ്കിൽ ഐ തിങ്ക് നമുക്ക് ട്രെക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിരുകൂട്ടനും കോപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവൻ അലമ്പായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾക്ക് ഈ ഇത്ര പോലും നടന്നു വരാൻ പാടായിരുന്നില്ല. പിള്ളേർ സെറ്റാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കായാലോ ആ സ്ട്രീമിൻ്റെ. സോ ഇതാണ് സ്ട്രീം അങ്ങോട്ട് വരുന്നത്. നമ്മളിങ്ങനെ വന്നപ്പോൾ ഇല്ല വാഷ്റൂം വേണ്ട. ഇതാണ് 40 മിനിറ്റിൽ വരുന്ന ഒരു വാഷ്റൂമും. ആൻഡ് ഇവിടെ നമുക്ക് കുറേ ലോക്സ് ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ചെയറും ടേബിളും ഒക്കെ ആയിട്ട്. ഇതും കൂടി ഇത് രണ്ടാമത്തെ വട്ടാണ്. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ ഈ സ്റ്റീപ്പ് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ട്രെയിലാണ്. നല്ല സ്റ്റീപ്പാണ് കേട്ടോ. ഇതിരോ ഉള്ളതുകൊണ്ട് നടക്കൂല. ഇനിയും ഉണ്ട് 1.5 മണിക്കൂർ ട്രെക്ക് മൊറിസ്ക്യോക്കോലോട്ട്. വരിക അങ്ങോട്ട്. ഇതിൻ്റെ അകത്ത് തന്നെ കുറേ ട്രെയിൽസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നല്ലൊരു തണലുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ റെസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയതിനു ശേഷം നമ്മുടെ ട്രെക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയുണ്ട് 1.5 മണിക്കൂർ മൊറിസ്ക്യോക്കോ എത്താൻ. ഈ ഒരു ഡീവിയേഷൻ നമ്മൾ എടുത്താൽ മൊറിസ്ക്യോക്ക് നമ്മൾ 1 മണിക്കൂറും 10 മിനിറ്റ് കൊണ്ട് എത്തും. ആൻഡ് നമ്മൾ റോഡ് വഴി പോയാൽ 1 മണിക്കൂർ 25 മിനിറ്റും. അപ്പോൾ ഇത്ര നേരം നടന്ന് ഞാൻ പൊട്ടനാണ്. കഴിഞ്ഞ 3/4 മണിക്കൂറായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ആൻഡ് ഇനി അവർ പറയണ സ്റ്റിൽ 1.5 മണിക്കൂർ ബാക്കിയുണ്ടെന്ന്. എനിക്ക് ഇവരുടെ കണക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളൊന്ന് സ്ലോ ഡൗൺ ചെയ്തു. ഇതിരുക്കുട്ടൻ ഉറക്കം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. സോ അവനെ നോക്കിയിട്ട് പതുക്കെ വീണ്ടും വാക്ക് റീസ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ. എൻ്റെ കൂടെ കുറേ കുരുട്ടീച്ചയുടെ എന്തോ ഇത് നമ്മൾ ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ താഴേന്നൊരു ഡീവിയേഷൻ കണ്ടില്ലായിരുന്നു. ആ ഡീവിയേഷൻ ഇവിടെ വന്നിട്ട് സ്ട്രെയിറ്റ് പോകാതെ ഈ റൂട്ട് കയറിപ്പോവും. സ്ട്രോളർ ഫ്രണ്ട്ലി അല്ല അത്. കുതിര വണ്ടി ആക്ച്വലി ഒരു ബ്രേക്ക് എടുക്കാറുണ്ടല്ലേ. ബ്രേക്ക് എടുത്ത് കുതിരയും വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വരുന്നത്. ബ്രേക്കിൽ നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല ചെറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടൊക്കെ ചെറി? ഇതിരുകുട്ടൻ ഇപ്പോഴും നല്ല ഉറക്കമാണ്. നമ്മുടെ ബർത്ത്ഡേ ബോയ് രണ്ടാമത്തെ ഉറക്കം കഴിഞ്ഞിട്ട് ചിപ്സും കഴിച്ചിരിക്കും. നല്ല ഇതിരു ഹായ്. നമ്മൾ വീണ്ടും നമ്മൾ നടത്താൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങ് ആ ദൂരം മലയിൽ എവിടേക്കോ കുറച്ച് സ്നോ ഒക്കെ കിടപ്പുണ്ട്. അടുത്ത ബോർഡ് കാണുന്നുണ്ട്. സ്റ്റിൽ വി ഹാവ് 50 മിനിറ്റ്സ്. ഫൈനലി താമസമൊക്കെ ഉണ്ട് അവിടെ കൊണ്ടാണ് പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എത്താറായോ? ഓൾമോസ്റ്റ് എത്താറായി. ലെറ്റ്സ് സീ. ഈ ഒരു 8 കിലോമീറ്ററിൻ്റെ ഹൈക്ക് വേർത്ത് വ്യൂ ആണോ എന്ന്. ഹോഴ്സ് കാട്ടിൽ വരുന്നവർക്ക് ഈ ഒരു പോയിന്റ് വരെ ഹോഴ്സ് കാട്ടിൽ വരാൻ പറ്റൂ. 7 കിലോമീറ്റേഴ്സ്. അതിന് 1 കിലോമീറ്റർ എല്ലാവരും ട്രെക്ക് ചെയ്യണം. ഹോഴ്സ് കാട്ടിൽ വന്നാലും വന്നില്ലെങ്കിലും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ട് കോണി. ആൻഡ് ഇതിവിടെയാണ് നമുക്ക് തിരിച്ചു പോകാനുള്ള കുതിരവണ്ടികളൊക്കെ കിട്ടുന്നത്. ലാസ്റ്റ് നമ്മുടെ ഒരു കിലോമീറ്ററിൻ്റെ ട്രെക്കിന് മുന്നേ നമുക്കിവിടെ കുറച്ച് കടകളും ഫ്രഷ് ആവാൻ വാഷ്റൂമും ഒക്കെ ഉണ്ട്. ഒരു ഡ്രോൺ പറത്തിക്കൂടെന്ന് നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ ഇവിടെ നോ സ്മോക്കിംഗ് സോണാണ്. ഫൈനലി ഞങ്ങൾ എത്തി. ആക്ച്വലി 1 കിലോമീറ്ററിൽ അതിൽ കൂടുതലുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഉണ്ട്. ഒരു 500 മീറ്റേഴ്സ് ആണോ അഭിജി? സോ മോർ ദാൻ 1 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. അത് നമ്മൾ ഹോഴ്സ് കാട്ട് കഴിഞ്ഞിട്ട്. എന്നിട്ട് വേറെ ഏതോ റൂട്ടുണ്ട്, എടുക്കുന്നവർക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ എത്തി. ഇതൊരു ഭംഗിയല്ലേ? ഈ ഒരു ലേക്കിൽ വെച്ചിട്ട് നമ്മുടെ സൂര്യയുടെ മൂവിയായി 24ൻ്റെ ഒരു സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് കാണാനാണ് നമ്മൾ ഇത്രയും നേരം. സമ്മറിൽ ഈ ലേക്കിൻ്റെ വ്യൂ ഇങ്ങനെയാണെങ്കിലും വിന്ററിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസായി നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും. 24 മൂവിയിൽ ഈ കുറച്ച് പോർഷനാണ് ഇവിടെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വന്നിട്ട് ഫ്രൈസും സാപ്പിക്കാനൊക്കെ വെച്ച് കഴിച്ചിട്ട് ഇനി ബാക്കി ഫോട്ടോ സെഷനൊക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ ഇനി ആ ലേക്കിൻ്റെ സൈഡിലോട്ട് പോവാണ്. അവിടെ പോകാൻ നമ്മൾ ഈ കാണുന്ന ഒരു കല്ല് കൊണ്ടുള്ള സ്റ്റെയർ ഇറങ്ങണം. സൂക്ഷിച്ചിറങ്ങണം. ആൻഡ് സൈഡിൽ നമുക്ക് റോപ്പൊക്കെ ഉണ്ട് പിടിച്ചിറങ്ങാൻ. ആൻഡ് ഇത് കാണാനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഹൈക്ക് ചെയ്ത് വന്നത്. ബട്ട് വന്ന ടൈമിൽ നല്ല ക്രൗഡായിരുന്നു. നമ്മൾ ഫസ്റ്റ് ബസ് എടുത്ത് വന്നിരുന്നെങ്കിൽ ഈ ക്രൗഡൊക്കെ സ്കിപ്പ് ചെയ്ത് നല്ല കിഡ്ലൻ ഫോട്ടോസും വീഡിയോസും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഇതിനെക്കുട്ടിൻ്റെ പ്ലാൻ ഡിഫറെൻ്റ് ആയിരുന്നു. അവൻ വെള്ളത്തിലിറങ്ങി, ഞങ്ങളുടെ ക്യാമറ വെള്ളത്തിൽ പോയി. അവസാനം ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നേരെ അവിടെ തിരിച്ചു വിട്ടു.
സോ അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി ഞങ്ങൾ ഹോഴ്സ് കാർഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനൊരു എക്സ്പീരിയൻസ് ആവും അത്. സ്ട്രോളർ നമ്മളിവിടെ മടക്കി വെച്ചു. തിരിച്ചു പോകാൻ നമുക്ക് 70 സ്ലോട്ടേ ആയുള്ളൂ ഒരാൾക്ക്. ഞങ്ങൾ ബ്രേക്ക് എടുത്ത സ്ഥലമാണിത്. നമ്മളിരുന്ന് ചെറിയ അടിച്ച സ്ഥലം. എത്ര പെട്ടെന്ന് ഇവിടെ എത്തി. നമ്മുടെ കുതിര സവാരി കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. പുള്ളി ഒന്ന് സ്പ്രേ ചെയ്യുന്ന കേട്ടോ ആ കുതിരയില്. 10 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവില്ലേ? അതെ, എൻ്റെ കാലെവിടെ ഉണ്ടോയെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ചിടാ താഴെ പാർക്കിങ്ങിലെത്തി. ഇനി ഇവിടെ നിന്ന് ബസ് പിടിച്ച് നമ്മൾ സെൻറ്ററിലോട്ട് പോകും. ഞങ്ങളുടെ മൊറിസ്കോ ഒക്കെ എക്സ്പ്ലോറേഷന് ശേഷം ഞങ്ങളത് തിരിച്ച് സിറ്റി സെൻറ്ററിലോട്ട് പോകാനുള്ള ബസ് പിടിച്ച് പുള്ളി ഇവിടെ റെസ്റ്റ് ചെയ്യുന്നതാണ് റോഡിൽ. എൻ്റെ മൂവി ബസ് ഇൻവേർട്ടഡ് ഹൗസ് ഇതാ തൊട്ടടുത്തായിരുന്നു നമ്മൾ ഇന്നലെ. സോ നമ്മളിതാ തിരിച്ച് ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന അതേ സെയിം ഇന്ത്യൻ റെസ്റ്റോറൻ്റ് റെഡ് ചില്ലീസിലാണ് പ്രാവശ്യം ലഞ്ച് കഴിക്കാറുണ്ട്. എനിക്കറിയില്ല ഈ കറി എങ്ങനെയായിരിക്കുന്നത്. ഈ കണ്ണ് ഫുഡും കറിയും എല്ലാം കൂടെ പ്ലസ് 2 നാനും കൂടെ വാങ്ങിച്ച് ഞങ്ങൾക്ക് 76 ലോട്ടിയായി. എങ്ങനെയുണ്ട് ബിരിയാണി? ഇഷ്ടപ്പെട്ടാ? ആക്ച്വലി ഇത് വെജ് ബിരിയാണി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടുത്തെ വെജ് ബിരിയാണി ട്രൈ ചെയ്യുമ്പോൾ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇപ്പോൾ ഇതിർകുട്ടനെ കൊണ്ട് ഇന്നലെ പോയ പ്ലേ ഏരിയ പോകണമെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. സോ ഹൗ വാസ് ദ ഫുഡ്? ഇറ്റ് വാസ് ഓക്കെ. ബട്ട് എനിക്ക് ലാസ്റ്റ് ടൈം കഴിച്ച ഭക്ഷണമായിരുന്നു ഇവരുടെ ഇഷ്ടപ്പെട്ടത്. നോട്ട് ബാഡ്. നമുക്ക് അതിന് മുന്നേ തൊട്ടടുത്തുള്ള സാപ്കേന്ന് വെള്ളവും മേടിച്ചിട്ട് നമുക്ക് ആ പ്ലേ ഏരിയ പോവാം. വെള്ളവും പിന്നെ ഈ കാണുന്ന ഓഷി ഡ്രിങ്കും ഒക്കെ മേടിച്ച് ഞങ്ങൾ ആ പ്ലേ ഏരിയയിലോട്ട് പോകണം. ഞങ്ങൾ വിചാരിച്ചു വാക്ക് ചെയ്യാം. പക്ഷേ ഇവിടുന്ന് ഹാർഡ്ലി 1 കിലോമീറ്റർ ഉള്ളൂ. വാക്ക് ചെയ്ത് പോകാൻ എന്ന ബെസ്റ്റ് ഓപ്ഷനാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോൾ ഇതിനെക്കൂട്ടൻ ഉറക്കം എണീക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ആയിപ്പോവും. ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കിഡ്സ് ഏരിയയിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓപ്പൺ ആണ്, അവിടെ ആൾക്കാരുണ്ട്. ആൻഡ് ഇവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. ബോൾ നോക്ക്. ഇതിൽ ലെറ്റ്സ് ഗോ. സോ ഇവിടെ ഞങ്ങൾ ഇതിരിക്കുട്ടിനെ 2 മണിക്കൂറിന് വേണ്ടി എടുത്തു. ഇതിരിക്കുട്ടിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നമ്മൾ ഇതിരിക്കുട്ടിനെ പ്ലേ ഏരിയ കൊണ്ടുവന്നു. അവന് ഇനി പിന്നെ നമ്മളൊന്നും വേണ്ട. ഇതു where are you? It's Blippi. It's Blippi. Oh look, wow. It's just അവന്താ കണ്ട. അയ്യോ ഇനി നമ്മളെങ്ങനെ നമുക്ക് പോവാ. എന്റെ പൊന്നോ ഈ ചെറുക്കൻ. തിരിച്ചാണ് വരുന്നത് ഈ ചെറുക്കൻ. അങ്ങനെ ഇതിൽ തകർത്ത് ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ 2 മണിക്കൂർ. എങ്ങനെ പോകുന്നുണ്ട് ഇതിൻ്റെ ബർത്ത്ഡേ ടെല്ലോ? അടിപൊളിയായിരുന്നു. അയ്യോ ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ക്യാമറ നശിച്ചു പോയെന്നാണ്. പക്ഷെ ഇപ്പോഴാണ് അത് ഒന്ന് ഉണങ്ങിയിട്ട് ഞങ്ങൾ തുറന്നു നോക്കുന്നത്. ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ക്യാമറ എന്താ പറയുന്നത് ചീത്തായില്ല. ഇപ്പോഴും ജീവനുണ്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് ശേഷം ഇനി തുറക്കുമ്പോഴത്തേക്കും ക്യാമറ വർക്ക് ചെയ്യില്ല. ചെന്ന് ഞങ്ങൾ ആ വെള്ളത്തിൽ ഇതിരിക്കൂട്ടൻ ആക്ച്വലി ഇറങ്ങി, അതാ സത്യം. അപ്പോൾ അവൻ പെട്ടെന്ന് വെള്ളത്തിലോട്ട് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ എണീച്ചതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു എന്താ പറയുന്നത് ക്യാമറ അങ്ങ് വീണു വെള്ളത്തിൽ. പാർക്കല്ലായിരുന്നു അവിടെ. ആൻഡ് സർപ്രൈസിംഗ്ലി വി ആർ സേഫ്. ഓ നോ, ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. ഇനി ഏത് വേണം? അങ്ങനെ ഇതിൽ പോയി അവരുടെ ഇന്ന് ബലൂണൊക്കെ മേടിച്ച് ബർത്ത്ഡേ ആയിട്ട് ബലൂണൊക്കെ മേടിച്ച് അങ്ങനെ നമ്മൾ കളിച്ചിറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ പോവാണ്. Can I get 2 extra tissue? Cheers! Yeah!
ഇതോടുകൂടി നമ്മൾ ഇതിരുവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ് ഇതിരോ. ഇനി നെക്സ്റ്റ് അങ്ങനെ എതിർക്കുട്ടിന്റെ 3rd ബർത്ത്ഡേ അടിച്ചു പൊളിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ രാവിലെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ, തിരിച്ച് ക്രാക്കോഫിലോട്ട് പോകാൻ. ഇപ്രാവശ്യം ഇവിടെ വന്നിട്ട് കുറച്ചധികം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആൻഡ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ആരെങ്കിലും മൊറിസ്കോക്കിലോട്ട് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കയ്യിൽ അത്യാവശ്യം ക്യാഷ് കരുതി വെക്കണം. കാരണം പലയിടത്തും അവർ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്താലോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.